ഹായ്, നൗഫൽ ഗാലറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ എന്താ വീഡിയോ ചെയ്യാൻ പോകുന്നത്? ഇന്ന് നമ്മൾ എന്ത് വീഡിയോ ചെയ്യാൻ പോകുന്നതിന് പറയുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഞെക്കണ്ട, അമർത്തിയാൽ മതി. ഓക്കെ, അപ്പൊ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. ചിരിക്കായിരിക്കും, കാര്യം പറയട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ പ്രവാസികൾക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ്. പ്രവാസികൾക്ക് COVID-19 അതായത് COVID-19 പോസിറ്റീവ് ആയിട്ടുള്ള പ്രവാസികൾ, പോസിറ്റീവായ അസുഖം ഭേദമായ അങ്ങനെ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, COVID-19 പോസിറ്റീവ് ആയിട്ടുള്ള പ്രവാസികൾക്ക് 10,000 രൂപ കേരള സർക്കാർ ധനസഹായം കൊടുക്കുന്നുണ്ട്. 5,000 രൂപ ധനസഹായം ലഭിക്കുന്നത് എങ്ങനെയാണ്? 1/1/2020 അതിനുശേഷം 1/1/2020 അതിനുശേഷമോ വിദേശ രാജ്യങ്ങളിൽ നിന്നും മടങ്ങിയെത്തിയവരും, അതുപോലെ തന്നെ നമ്മുടെ ഈ ലോക്ക്ഡൌൺ സിറ്റുവേഷൻ ഉണ്ട്. ഈ ലോക്ക്ഡൌൺ സിറ്റുവേഷനിൽ ഇപ്പോൾ എയർപോർട്ട് എല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പം അവർക്ക് വിസ കാലാവധി ഉണ്ടാവും. വിസ കാലാവധി തീർന്നവരായിരിക്കാം. അവർക്ക് ചിലപ്പോൾ മടങ്ങി പോകാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്കും 5,000 രൂപ കിട്ടും. അപ്പം അത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് മെയിൻ ആയിട്ട് വേണ്ടത് അവർ അപ്ലോഡ് ചെയ്യേണ്ട കുറച്ച് സെക്ഷൻ ഉണ്ട്. ഒന്നാമത്തത് പാസ്പോർട്ടിന്റെ ഫ്രണ്ട് പേജ്. പാസ്പോർട്ടിന്റെ ഫ്രണ്ട് പേജ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പാസ്പോർട്ടിന്റെ ഫ്രണ്ട് പേജ്. ദെൻ പാസ്പോർട്ടിന്റെ അഡ്രസ് പേജ് കണ്ടല്ലോ, അഡ്രസ് പേജ്. പിന്നെ നിങ്ങളിപ്പോ തിരിച്ചു വന്നിരിക്കുന്നത്, ഉദാഹരണത്തിന് നിങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നത് 21, ഇപ്പൊ നമ്മൾ തിരിച്ചു വന്നൊരു തീയതിയാണ് 21. ഇതുപോലെ തിരിച്ചു വന്നിരിക്കുന്ന തീയതി വരുന്ന പേജ് കണ്ടല്ലോ, ഇതാണ് തിരിച്ചു വന്ന പേജ്. ഇനിയിപ്പോ നമ്മളിപ്പം അവിടെ എൻട്രി ചെയ്ത ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ ആ പേജ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ തിരിച്ചു വന്ന പേജ് നമ്മൾ അവിടെ എൻട്രി ചെയ്ത പേജ്. അപ്പം അങ്ങനെയുള്ള പേജുകളൊക്കെ ഉണ്ടാവും. ഈ പേജുകളാണ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പൊ അവരെ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണ്? പേര്, വിലാസം, മൊബൈൽ നമ്പർ, പാസ്പോർട്ടിന്റെ 1-2 അഡ്രസ് പേജുകൾ, യാത്രാ വിവരങ്ങൾ അടങ്ങിയ പേജ്, പാസ്പോർട്ടിന്റെ 2020 ജനുവരി 1 ശേഷം അറൈവൽ രേഖപ്പെടുത്തിയ പേജ്, വിസ കോപ്പി, അപേക്ഷകന്റെ ബാങ്ക് വിവരങ്ങൾ എന്നിവയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വിസ പേജ് എന്ന് പറയുന്നത് ഇതാണ് നിങ്ങളുടെ വിസ പേജ്. ഇവിടെ നല്ല മഴ പെയ്യുന്നു, നല്ല ചൂട് സമയത്ത് മഴയൊക്കെ പെയ്യാൻ പറഞ്ഞ ഭയങ്കര ഇതാണ്. അപ്പോൾ മഴയുടെ സൗണ്ട് കൂടെ ആയപ്പോൾ ചിലപ്പോൾ നമ്മളുടെ സൗണ്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ പറ്റും. എന്നാലും കുഴപ്പമില്ല, നല്ല ലൗഡ്ലി തന്നെ പറയാം. അപ്പൊ ഇതാണ് നിങ്ങളുടെ വിസ പേജ് കണ്ടല്ലോ. ഇനി നിങ്ങളുടെ പാസ്പോർട്ടിന്റെ അഡ്രസ് പേജ്, ദെൻ നിങ്ങളുടെ ഫ്രണ്ട് പേജ്, ദെൻ നിങ്ങൾ തിരിച്ചെത്തിയത്, അതായത് ഞാനിപ്പോൾ തിരിച്ചെത്തിയ ഒരു ഡേറ്റ് ആണ് 21. ഞാൻ ദുബായ് പ്രോഗ്രാം കഴിഞ്ഞ് വന്നത് കേട്ടോ. 21 തിരിച്ചെത്തിയ ആ ഒരു പേജ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ സ്കാൻ ചെയ്ത് കേട്ടത്. ഇനി എന്തൊക്കെയാണ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? പിന്നെ മെയിനായിട്ടുള്ള അവസാന തീയതിയാണ് ഇമ്പോർട്ടന്റ്. അത് നമുക്ക് ദിവസങ്ങളില്ല, 30. ഓക്കെ, അപ്പൊ അവസാന തീയതി 30/4/2020 അവസാനിക്കും. അപ്പൊ അതിനു മുമ്പേ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. COVID-19 പശ്ചാത്തലത്തിൽ കടുത്ത പ്രതിസന്ധി അനുഭവിക്കുന്ന പ്രവാസികൾക്ക് ആശ്വാസം പകരാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ കേരള സർക്കാർ ഇങ്ങനെയൊരു നടപടി കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ കേരള സർക്കാർ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ 1,000 രൂപ നോർക്ക പ്രവാസി ID കാർഡുള്ള, അതല്ലെങ്കിൽ നോർക്ക ക്ഷേമനിധിയിൽ അംഗമായിട്ടുള്ള എല്ലാ പ്രവാസികൾക്കും 1,000 രൂപ വീതം അനുവദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ COVID-19 പോസിറ്റീവായ, വിദേശത്തുനിന്ന് മടങ്ങിയെത്തിയ COVID-19 പോസിറ്റീവായിട്ടുള്ള രോഗികൾക്ക് 10,000 രൂപ ധനസഹായം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വാന്തന പദ്ധതിയുടെ രോഗികളുടെ പട്ടികയിൽ COVID-19 കൂടി ഉൾപ്പെടുത്തി COVID-19 പോസിറ്റീവായി രോഗം സ്ഥിരീകരിച്ച എല്ലാ പ്രവാസികൾക്കും 10,000 രൂപ വീതം ധനസഹായം അനുവദിക്കുന്നുണ്ട്. അപ്പം ഓൺലൈൻ സംവിധാനങ്ങൾ വഴിയാണ് ഇതിനെല്ലാം അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പം ഇനി എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞിരുന്നു. മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, NRI അക്കൗണ്ട് പാടില്ല. NRI അക്കൗണ്ട് പലരുടെയും NRI അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഗൾഫിൽ നിന്ന്, വിദേശത്ത് നിന്ന് പൈസ അയക്കുന്ന അക്കൗണ്ടിലേക്ക് പൈസ വരും. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാളുടെ NRI അക്കൗണ്ടിലേക്ക് പൈസ അയക്കുകയാണെങ്കിൽ ഒരിക്കലും അവരുടെ അക്കൗണ്ടിലേക്ക് റിട്രീവ് ചെയ്യും. അതുകൊണ്ടാണ് NRI അക്കൗണ്ട് പാടില്ല എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, NRI അക്കൗണ്ട് ഇതിന് പറ്റില്ല. അപ്പൊ നിങ്ങൾ അപ്പൊ പറയും അക്കൗണ്ട് ഇല്ലാത്തവർ, ചിലപ്പോൾ പ്രവാസികൾക്ക് അക്കൗണ്ട് ഇല്ലായിരിക്കും. അപ്പൊ അവരെന്ത് ചെയ്യും? ചോദിക്കും. അവരെന്ത് ചെയ്യും? അത് ഞാൻ പറഞ്ഞുതരാം. കോർപ്പറേഷൻ ബാങ്ക്, SBI പോലുള്ള ബാങ്കുകൾ, കോർപ്പറേഷൻ ബാങ്കൊക്കെ നല്ല ബാങ്കാണ്. കോർപ്പറേഷൻ ബാങ്കിലൊക്കെ ചെന്നാൽ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ആക്റ്റീവായി കിട്ടും. രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ചായയൊക്കെ കുടിച്ച് പയ്യെ പോയാൽ
ബാങ്കുകൾ ഇപ്പം 2 മണി വരെയൊക്കെ ഓപ്പൺ ആണല്ലോ. 1 മണി ഇപ്പം നമ്മുടെ കേരളത്തിൽ പല ബാങ്കുകളും ഓപ്പൺ ആണ്. കോർപ്പറേഷൻ ബാങ്ക് നല്ല നാഷണലൈസ്ഡ് ആയിട്ടുള്ള ബാങ്കുകളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് അക്കൗണ്ട് ഒറ്റ ദിവസം കൊണ്ട് അക്കൗണ്ട് കിട്ടും. അക്കൗണ്ട് നമ്പർ കിട്ടിയാൽ മതി. നിങ്ങളുടെ ഒരു പാസ്ബുക്ക് അവിടെ നിന്ന് തരും. പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇനി എന്തൊക്കെ ഡോക്യുമെന്റ്, നേരത്തെ ഞാൻ പറഞ്ഞു പാസ്പോർട്ടിന്റെ സെക്ഷൻ ഞാൻ പറഞ്ഞു. പക്ഷെ ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഇതിന് വേണ്ടത്. അപ്പം അക്കൗണ്ട് NRI അക്കൗണ്ട് പാടില്ല. പുതിയ അക്കൗണ്ട് എടുക്കുക. ആ അക്കൗണ്ട് ആക്റ്റീവ് ആയിരിക്കണം. അതിനകത്ത് വേണമെങ്കിൽ ഒരു 10-100 കിട്ടോ, കുഴപ്പമില്ല. പക്ഷെ കോർപ്പറേഷൻ ബാങ്കാണ് ബെസ്റ്റ്. ഞാൻ എപ്പോഴും കോർപ്പറേഷൻ ബാങ്ക് സജസ്റ്റ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിലങ്ങനെ ചുമ്മാ 5 പൈസ പിടിക്കില്ല. സത്യമാണ് കേട്ടോ. ബാക്കിയുള്ള അക്കൗണ്ടുകളിലൊക്കെ നമ്മളൊരു 3-4 വട്ടം കൊണ്ട് പൈസ ഇട്ട് കഴിഞ്ഞാൽ 50 രൂപ 100 രൂപ അത് നമ്മുടെ കയ്യിലൊന്നും കാശില്ല. പിന്നെ ഇവരൊക്കെ നമ്മളുടെയൊക്കെ പൈസ നമ്മളുടെ അനുവാദം ഇല്ലാതെ അടിച്ചെന്ന് പോകുന്ന സ്വഭാവം എനിക്കിഷ്ടമല്ല. ഞാൻ കുട്ടികളുടെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ പല ബാങ്കുകളുടെ പേര് ഞാൻ പറയുന്നത്, സ്പെഷ്യലി ഫെഡറൽ ബാങ്കൊക്കെ 150 രൂപ പിടിക്കുക. അങ്ങനെ ഒരു കുട്ടിയുടെ 1000 രൂപ സ്കോളർഷിപ്പ് കിട്ടുന്ന ഒരു കൊച്ചിന്റെ പിടിക്കുന്ന അങ്ങോട്ട് 1000 രൂപ കിട്ടിയത് ഈ കൊച്ചിന്റെ പ്രീവിയസ് ബാലൻസ് ഇല്ലെന്ന് പറഞ്ഞ് മൊത്തം പൈസ പിടിച്ചു. എന്നിട്ട് അവർ വന്ന് നൗഫലെ ഞങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടിയില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അക്കൗണ്ടിൽ വന്ന് നിങ്ങളൊരു പാസ്ബുക്ക് ഒന്ന് പതിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അവർ പാസ്ബുക്ക് പതിച്ചുകൊണ്ട് വന്നപ്പോൾ 170 രൂപ വെച്ച് പെർ മന്ത് മന്ത്ലി അവൈലബിൾ ബാലൻസ് ഇല്ലെന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ അക്കൗണ്ടിൽ നിന്ന് പിടിച്ചത്. അപ്പൊ നമ്മളുടെ പ്രവാസികളുടെ സ്വഭാവം അറിയാലോ, അവര് വെറുതെ ഇതിന് അടികൂടാനൊക്കെ പോകും. അപ്പൊ കോർപ്പറേഷൻ ബാങ്കിൽ പോയാൽ മതി. നിങ്ങളുടെ അടുത്ത് കോർപ്പറേഷൻ ബാങ്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ SBI വലിയ കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ അത്യാവശ്യം നടക്കുന്നത്. അപ്പൊ പെട്ടെന്ന് കിട്ടുന്ന ഏത് അക്കൗണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ എടുത്തോളൂ, നിങ്ങളുടെ ഇഷ്ടം. പിന്നെ നൗഫൽ പറഞ്ഞിട്ടാണ് അക്കൗണ്ട് എടുത്തതൊന്നും പറയണ്ട. അപ്പോൾ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നു കോർപ്പറേഷൻ ബാങ്കിൽ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അപ്പം ഇനി നമുക്ക് ഇവർക്ക് എങ്ങനെയാണ് ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കാം. norcaroots.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിൽ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലോക്ക്ഡൌൺ മൂലം തിരികെ ജോലിയിൽ പ്രവേശിക്കാനാവാതെ വന്ന പ്രവാസി കേരളീയർക്ക് അനുവദിച്ച 5000 രൂപ ധനസഹായം എന്ന അപേക്ഷിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 2 അപേക്ഷകൾ സമർപ്പിക്കാനുള്ള ലിങ്കുകൾ കിട്ടുന്നതായിരിക്കും. 2 അപേക്ഷകൾ സമർപ്പിക്കാനുള്ള ലിങ്ക്. ചില സമയത്ത് ഈ norcaroots.org വെബ്സൈറ്റ് ഭയങ്കര ഹാങ് ആയിരിക്കും. അതിലിപ്പോൾ എല്ലാവരും അപേക്ഷിക്കുന്ന സമയത്ത് ഭയങ്കര ഹാങ് ആയിരിക്കും. അതിന് വേറൊരു വഴിയുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേറൊരു ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം. ആ ലിങ്ക് വഴി കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന ഒരു സെക്ഷനിലേക്ക് വരാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് അപേക്ഷിക്കാൻ പറ്റും. അപ്പം ഇതിന്റെ നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് ആദ്യം ഞാൻ പറയാം. 1/1/2020 അതിനുശേഷമോ വിദേശ രാജ്യങ്ങളിൽ നിന്നും വാലിഡ് പാസ്പോർട്ട്, വാലിഡ് ജോബ് വിസ എന്നിവയുമായി തിരിച്ചെത്തിയ പ്രവാസികൾക്ക് മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷകൻ തന്റെയോ നേരിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നതോ ആയ മൊബൈൽ നമ്പർ നൽകണം. താഴെ പറയുന്ന രേഖകൾ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. പാസ്പോർട്ടിൽ പേര്, അഡ്രസ്സ് എന്നിവ തെളിയിക്കുന്ന പേജുകൾ, അവസാനമായി നാട്ടിലേക്ക് വന്ന വിമാന ടിക്കറ്റിന്റെ അല്ലെങ്കിൽ പാസ്പോർട്ടിൽ യാത്രയുടെ തീയതി വ്യക്തമാക്കുന്ന പേജിന്റെ കോപ്പി, വിസ വിവരങ്ങളുടെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട പാസ്പോർട്ട് പേജിന്റെ കോപ്പി, പ്രവർത്തനത്തിലുള്ള സേവിങ്സ് ബാങ്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ NRI അക്കൗണ്ട് പാടില്ല, ഒഴിവാക്കുക. അക്കൗണ്ട് പാസ്ബുക്കിന്റെ കോപ്പി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ എന്നിവ തെളിയിക്കുന്നതിനുള്ള മുകളിൽ കൊടുത്തിരിക്കുന്ന എല്ലാ രേഖകളും എടുത്തു വെച്ചതിന് ശേഷം വേണം അപേക്ഷ സമർപ്പിക്കാൻ തുടങ്ങേണ്ടത്. അപ്പം നമ്മൾ അപേക്ഷയിലേക്ക് കിടക്കുകയാണ്. ആദ്യം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ഇതാണ് എൻ്റെ മൊബൈൽ നമ്പർ 9633134333. നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. പിന്നെ പാസ്പോർട്ടിൻ്റെ നമ്പർ, അപേക്ഷകൻ്റെ പേര്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും വരാതെ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അതായത് നിങ്ങളുടെ പാസ്പോർട്ടിലുള്ള അഡ്രസ്സ് തന്നെ കൊടുക്കുക. ഏത് ജില്ലയാണെന്ന് സെലക്ട് ചെയ്യുക. തിരികെ എത്തിയ നമ്മൾ എന്നാണോ തിരിച്ചു വന്ന ആ ഡേറ്റ് കൊടുക്കുക. ഇപ്പോൾ ജോലി ചെയ്ത് വന്നിരുന്ന രാജ്യം, അത് സൗദി അറേബ്യ ആണെങ്കിൽ ആ രാജ്യം കൊടുക്കുക. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണെങ്കിൽ ആ രാജ്യം കൊടുക്കുക. ഇമെയിൽ ID കൊടുക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാതെ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതുപോലെ ജെൻഡർ സെലക്ട് ചെയ്യുക, ആണാണോ പെണ്ണാണോ എന്നൊക്കെ സെലക്ട് ചെയ്യുക. ബാങ്ക് അക്കൗണ്ട് നമ്പർ, നിങ്ങളുടെ അക്കൗണ്ട് നമ്പറൊക്കെ പെർഫെക്റ്റ് ആയിട്ട്, അക്കൗണ്ട് നമ്പർ ഒരിക്കലും തെറ്റാൻ പാടില്ല, ശ്രദ്ധിച്ചു വേണം കൊടുക്കാൻ. ബാങ്ക് പാസ്ബുക്കിലെ പേര്, ബാങ്കിന്റെ പേരും ബ്രാഞ്ച് നെയിമും ഇതൊക്കെ കൊടുക്കുക. IFSC കോഡ് കൊടുക്കുക. ഇതൊന്നും തെറ്റരുത്, ശ്രദ്ധിച്ച് വേണം ഇതൊക്കെ ടൈപ്പ് ചെയ്യാൻ. ഒന്നുകൂടെ റിവ്യൂ ചെയ്ത് നോക്കുക, 2 വട്ടം നോക്കുക. അതുപോലെ തന്നെ പിന്നെ പാസ്പോർട്ടിന്റെ 1ാം പേജിന്റെ കോപ്പി, ഫസ്റ്റ് പേജിന്റെ കോപ്പി, പാസ്പോർട്ടിന്റെ അഡ്രസ് പേജിന്റെ കോപ്പി, ജനുവരി 1 ശേഷം അറൈവൽ രേഖപ്പെടുത്തിയ പാസ്പോർട്ടിന്റെ പേജ് അല്ലെങ്കിൽ ടിക്കറ്റിന്റെ കോപ്പി ഏത് വേണമെങ്കിലും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പാസ്പോർട്ട് നിലവിലെ വിസ രേഖപ്പെടുത്തിയ വിസയുടെ കോപ്പി, ആ ഒരു പേജ് അപ്ലോഡ് ചെയ്യുക. ബാങ്ക് പാസ്ബുക്കിന്റെ 1ാം പേജ് അപ്ലോഡ് ചെയ്യുക. ഫസ്റ്റ് പേജ് തന്നെ, നിങ്ങളുടെ പാസ്ബുക്കിന്റെ ഫസ്റ്റ് പേജ്. പിന്നെ നിങ്ങളുടെ അപേക്ഷകന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എല്ലാം ചെയ്തതിനു ശേഷം സേവ് ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ എല്ലാം കറക്റ്റ് ആണോ എന്ന് ഒന്നുകൂടെ വെരിഫൈ ചെയ്യുക. അതിനുശേഷം വേണം സബ്മിറ്റ് ചെയ്യാൻ. സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു പേജ് ഓപ്പൺ ആയി വരും. അതിൽ നമ്മളെ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും. നമുക്കിനി ഫ്യൂച്ചറിൽ നമുക്ക് അതിൻ്റെ ഇത് ചെക്ക് ചെയ്യാം, ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഒക്കെ. അപ്പം ഇത് എന്താണെന്ന് വെച്ചാൽ, ഇതായത് നമ്മളെ ക്ഷേമനിധിയിൽ അംഗമല്ലാത്തവർക്ക് സ്വാതന്ത്ര്യം പദ്ധതിയിലൂടെ കൊടുക്കുന്ന ഒരു 10,000 രൂപ ലഭിക്കുന്ന COVID-19 പോസിറ്റീവ് ആയിട്ടുള്ളവർക്ക് അവർക്ക് ഈ ഒരു ലിങ്ക് വഴി അപേക്ഷ സമർപ്പിക്കാൻ ഏകദേശം അതുപോലെ തന്നെയാണ് പ്രൊസീജിയേഴ്സ്. അവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. വളരെ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കുക, നോർക്ക പ്രവാസി ID കാർഡുള്ള, മെമ്പർഷിപ്പ് ID ഉള്ള ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ പ്രവാസികളും Pravasi.org എന്ന വേറൊരു വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതിന് Pravasi.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ COVID-19 അസിസ്റ്റന്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓപ്പണായി വരുന്ന പേജിൽ നിങ്ങളുടെ മെമ്പർഷിപ്പ് ID, അതായത് നോർക്ക ID മെമ്പർഷിപ്പ് അംഗത്വ നമ്പർ കൊടുക്കുക. അത് കൊടുത്ത് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും ഡീറ്റെയിലും അതിനകത്ത് ഓട്ടോമാറ്റിക്കലി വരും. പ്രവാസി വിഭാഗം എല്ലാം കാണിക്കും. അപ്പോൾ അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, ഇമെയിൽ വിലാസം കൊടുക്കുക, കോവിഡ് പോസിറ്റീവായ ദിവസം കൊടുക്കുക, നിങ്ങൾ ചികിത്സ തുടങ്ങിയ ദിവസം എന്നാന്ന് കൊടുക്കുക, ആശുപത്രിയുടെ പേര് കൊടുക്കുക, ആശുപത്രിയുടെ വിലാസം കൊടുക്കുക. അതിനുശേഷം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുക, PDF ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ JPGയിൽ അപ്ലോഡ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ബാങ്കിൻ്റെ പേരും ബാങ്ക് ശാഖ, IFSC കോഡ്, അക്കൗണ്ട് നമ്പർ എല്ലാം കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഓൺലൈൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇല്ലേ സാർ? ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. എപ്പോഴും എല്ലാവരെയും സഹായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒട്ടും തന്നെ ആവിനേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയ മെയിൻ ഉദ്ദേശം തന്നെ കുറേയൊക്കെ നല്ല നല്ല വീഡിയോസ് ഒക്കെ ചെയ്യുക, എല്ലാവരെയൊക്കെ സഹായിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഞങ്ങളെയും സഹായിക്കാൻ മറക്കരുത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അമർത്തുക. ഞെക്കിയാലും പോരെ. ഓക്കെ, അപ്പൊ ഞെക്കുകയോ അമർത്തുകയൊക്കെ ചെയ്യാം. ഇനി പുതിയൊരു വീഡിയോ, അടുത്ത വീഡിയോ എന്താണെന്ന് ഞാൻ പറയാം. മദ്രസ അധ്യാപകർക്കുള്ള ക്ഷേമനിധിയിൽ നിന്നുള്ള ധനസഹായം, അതാണ് നമ്മളുടെ അടുത്ത വീഡിയോ. അതുപോലെ തന്നെ എല്ലാവർക്കും എങ്ങനെയൊക്കെയാണ് ഓരോ പല ഓൺലൈൻ വീഡിയോസും ഞങ്ങളിങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ ഇനി മാജിക് ഉണ്ടാവും, പല വെറൈറ്റീസ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും. ഒന്ന് മാത്രമല്ല, നൗഫൽ ഗാലറി എന്ന് പറയുന്ന എല്ലാം നിറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ സംഭവങ്ങളും, ഈ ഭൂമിക്കുള്ളിലുള്ള എല്ലാ സംഭവങ്ങളും നമ്മളുണ്ടാവും. പിന്നെ അത്രയും കുഴപ്പമില്ല. ഞാൻ ഭയങ്കര ഓവറാണെന്ന് എല്ലാവരും പറയുന്നത്. അതില്ല, എൻ്റെ സ്വഭാവമാണ്, എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഞങ്ങളുടെ വീഡിയോയിൽ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ വരാം. ഞങ്ങൾ മനുഷ്യരാണ്. അപ്പോൾ ഓക്കെ, ഉണ്ട് അതെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കുഞ്ഞനിയത്തിയും അനിയനും അല്ലെങ്കിൽ ചേട്ടനും ഇത്തായും എന്നൊക്കെ വിചാരിച്ച് ക്ഷമിക്കും എന്ന് വിശ്വസിക്കും. നമ്മുടെ മലയാളികൾ ഭയങ്കര ക്ഷമാശീലം അല്ലേ? നമ്മൾ കേരളത്തിൽ വന്ന് ജനിച്ച തന്നെയാണ് നമ്മളുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്, കേരളീയരായ. അതുകൊണ്ട് നമ്മുടെ ഗവൺമെന്റിനാണ് ഒരുപാട് നന്ദി. അതെ, നമ്മളുടെ കേരള സർക്കാർ ഹെൽത്ത് ഇൻസ്പെക്ടർ, നമ്മളെ ഹെൽത്ത് ഇൻസ്പെക്ടർ അല്ല, നമ്മളെ ഹെൽത്ത് ഇൻസ്പെക്ടർ അല്ല, ഒരിക്കലല്ല, നമ്മളുടെ കേരള നോ പ്രോബ്ലം, കേരള ഗവൺമെന്റ്, നമ്മളുടെ കേരള ഗവൺമെന്റ്, ഇവിടുത്തെ നമ്മുടെ ഗവൺമെന്റ് ഹെൽത്ത്. കവി ഉദ്ദേശിച്ചത് ഹെൽത്ത്, കവി ഉദ്ദേശിച്ചത് ശൈലജ മാമിനെയാണ് അല്ലേ? ശൈലജ ടീച്ചറിനെയാണ് കവി ഉദ്ദേശിച്ചത്. ഇത് കെട്ടിയില്ല, ശൈലജ മാമിനെയാണ് കവി ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മളുടെ ഹെൽത്തും നമ്മളുടെ മിനിസ്ട്രിയും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. നമ്മൾ വലിയൊരു മഹാമാരി പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നാണ് നമ്മൾ കടന്നുപോയത്. എന്തൊക്കെയായിരുന്നു? പ്രളയം, നിപ്പ, ഇപ്പം എന്താ COVID-19. ഇതിനെല്ലാം നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. സോ സ്റ്റേ സേഫ് and stay at home and break the chain. എന്താണ്? Break the chain. Thank you so much. Naufal and Amina, it's signing off. Bye.